ഹായ്, തൻവീറാണ്. വെൽക്കം ബാക്ക് ടു ടീ ടാക്സ്. ഇന്ന് മോഡുലാർ കിച്ചണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇടമാണ് കിച്ചൺ. അതിനെങ്ങനെ മനോഹരമാക്കുക എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. വീട് പണി കഴിഞ്ഞ് അല്ലെങ്കിൽ റിനോവേഷൻ സമയത്തൊക്കെ നമ്മൾ കൂടുതലുമായിട്ടും ആഗ്രഹിക്കുന്നത് കിച്ചണ് ഒന്ന് ബ്യൂട്ടിഫുൾ ചെയ്യാനാണ്. ജർമ്മനി, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ മോഡുലാർ കിച്ചന്റെ ഉത്ഭവം. നമുക്കറിയാം, നമ്മളുടെ കിച്ചണെ ഏറ്റവും എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് മോഡുലാർ കിച്ചൺ. വളരെ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനും കഴിയുന്ന ഒന്നാണ് മോഡുലാർ കിച്ചൺ. ഇത് വളരെ അടുക്കും ചിട്ടയോടും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. പലപ്പോഴും കേരളത്തിലുള്ള കാലാവസ്ഥയ്ക്ക് നമ്മളുടെ നാട്ടിൽ ഈർപ്പം കൂടുതലായിട്ട്, ഈ ഈർപ്പം കൂടുതലുള്ള ഏരിയകളിൽ നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ചൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. MDF അതുപോലെ തന്നെ പാർട്ടിക്കൽ ബോർഡ് പോലുള്ള സാധനങ്ങൾ കഴിവതും മോഡുലാർ കിച്ചണിന് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ BWR, BWP പ്ലൈവുഡുകൾ, മറൈൻ പ്ലൈവുഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതിലേക്ക് നിങ്ങൾക്ക് PVC, അക്രിലിക് പോലുള്ള ഷീറ്റുകൾ കൊണ്ടും എഡ്ജ് ബെറ്റ് കൊണ്ടും കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ഈർപ്പം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചിതലുകൾ ഉണ്ടാകുന്നതൊക്കെ നമുക്കൊരു പരിധിവരെ തടയാൻ കഴിയും. അതുപോലെ തന്നെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു ഇടമാണ് കിച്ചൺ. അതുകൊണ്ട് തന്നെ നല്ല വെന്റിലേഷൻ വേണം നമ്മളുടെ മോഡുലാർ കിച്ചണിൽ. പലപ്പോഴും മോഡുലാർ കിച്ചൺ ഒരു ക്ലോസഡ് റൂം ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കിച്ചണിന് സ്വാഭാവികമായിട്ടുള്ള സ്മെല്ല്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഉണ്ടാകുന്ന കേടുപാടുകളും സംഭവിക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെന്റിലേഷൻ തന്നെ.